നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു സ്ത്രീയെ നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ പരാതിക്കാരിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഉടൻ മൊഴിയെടുക്കും. പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരിക്കുന്നത്. രാഹുലിനെതിരെ കേസെടുക്കണമെന്ന് പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയി തുടരാനുള്ള ഒരു തരത്തിലുമുള്ള അവകാശമില്ല എന്നും ഇയാൾ പറയുന്നുണ്ട്. മാത്രമല്ല, MLAക്കെതിരെ 13ഓളം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. പരാതിക്കാരുടെ മൊഴിയും തെളിവുകളും ശേഖരിച്ച ശേഷമാവും പോലീസിനെ ചോദ്യം ചെയ്യുക. വ്യാജ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കേസിൽ മൊഴി നൽകാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് അയക്കാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പരാതി ഉന്നയിച്ച ആളുകളെ നേരിൽ കണ്ട് ക്രൈംബ്രാഞ്ച് വിവരങ്ങൾ തേടും. ആർക്കെങ്കിലും നേരിട്ട് പരാതി ഉണ്ടെങ്കിൽ അതുകൂടി ശേഖരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. തിരുവനന്തപുരത്തും എറണാകുളത്തും അടക്കം പോലീസിൽ ലഭിച്ച പരാതിയെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രാഥമിക അന്വേഷണം നടത്തുക. സ്ത്രീകളെ നിരന്തരം ശല്യം ചെയ്യുന്നതിന്റെ വകുപ്പ് ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഇത്രയും കടുത്ത നടപടി ആവശ്യമില്ലായിരുന്നുവെന്ന് A ഗ്രൂപ്പ്. നടപടിയിൽ മുതിർന്ന നേതാക്കൾക്ക് അടക്കം കടുത്ത അതൃപ്തിയുണ്ട്. വിശദീകരണം പോലും ചോദിക്കാതെ അല്ലെങ്കിൽ വിശദീകരണം പോലും വാങ്ങാതെയുള്ള ഇത്തരം നടപടികൾ കടുത്തതാണ് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ആരോപണം വലിയ രീതിയിൽ തന്നെ ഉയരുകയുമാണ്. CPMന് ആയുധമായി എന്നാണ് വിലയിരുത്തൽ. സ്ത്രീകൾക്കെതിരായ മോശം പെരുമാറ്റത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയാണ് എന്ന വിവരം ക്രൈംബ്രാഞ്ച് നിയമസഭാ സ്പീക്കറെ അറിയിക്കും. നിലവിൽ എടുത്തിരിക്കുന്ന കേസിന്റെ FIRന്റെയും വിവരങ്ങൾ സ്പീക്കർ AN ഷംസീറിന് കൈമാറും. നിയമസഭാ സമ്മേളനം അടുത്തയാഴ്ച ചേരാനിരിക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. സമൂഹ മാധ്യമം വഴി സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇമെയിലിലൂടെ ലഭിച്ച 10 പരാതികളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെയും നിയോഗിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ കേസിൽ പരാതി നൽകിയ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് മൊഴി എടുക്കുന്നത്.